ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പൊട്ടറ്റോ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് വേവിക്കാനായി കുറച്ച് ഉപ്പും ചേർത്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ബോൺസൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. ഈ സമയം നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല. അത് വേണമെന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വീറ്റ് ബ്രെഡ് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്ന് ബോൺസൊക്കെ മാറ്റി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോയും വെന്തിട്ടുണ്ട്. ആ പൊട്ടറ്റോയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചു. ഇനി അല്പം ചീസും കൂടി എടുത്ത് ഈ പൊട്ടറ്റോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടി 2 എഗ്ഗ് ആവശ്യമായിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് തയ്യാറാക്കി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചു, അല്പം ഓയിൽ ഒഴിച്ചു. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓണിയൻ കട്ട് ചെയ്തതും ക്യാരറ്റും മല്ലിയിലയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് ആ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്പം മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ ഞാൻ നേരത്തെ ചിക്കൻ ക്രഷ് ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ഗരം മസാല ഇട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഗരം മസാല ഇടാത്തത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം നമുക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ മിക്സ് എല്ലാം കൂടി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് മിക്സായി നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൊട്ടറ്റോയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ ഇട്ടിട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിച്ച് പൊട്ടറ്റോയും ചീസും നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ്റെ മിക്സും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ ബൗളാക്കി ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമ്മളാക്കിയെടുക്കുക. ആക്കിയെടുത്ത ശേഷം നമ്മളൊന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബ്രെഡിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ എല്ലാ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ഇങ്ങനെ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം അതിൽ അല്പം ഓയിൽ ഒഴിക്കാം. എന്നിട്ട് എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു താമസം എന്തായാലും ഉണ്ടാവും. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു സൈഡ്. ഇനി അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം ചായയും കൂടെ വെക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിൽ ചായയും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട്
നമുക്ക് മാറ്റാം. അപ്പോൾ സ്വാദിഷ്ടമായ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചീസൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. നമുക്ക് ടൊമാറ്റോ സോസോ എന്തെങ്കിലുമൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.